നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പരിരക്ഷയില്ലെന്ന് കണ്ണൂരിലെ സർവകക്ഷി യോഗത്തിൽ സർക്കാർ. കണ്ണൂരിനെ സമ്പൂർണ്ണ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. ഇനി രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായാൽ പരിപൂർണ്ണ ഉത്തരവാദിത്തം അതത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമെന്ന മന്ത്രി എ.കെ. ബാലൻ. ഇനി ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട കക്ഷിക്കായിരിക്കും. ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിരക്ഷയും നിയമവിരുദ്ധമായിട്ടുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ഒരാക്ഷനും ഉണ്ടാകില്ല. ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാകുകയില്ല, നിഷ്പക്ഷമായിരിക്കും. ജോഷ്ല ചേർന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ജോഷ്ല, എങ്ങനെയായിരുന്നു യോഗം, ഒപ്പം തന്നെ തീരുമാനങ്ങളും? സൗമ്യ, കണ്ണൂരിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 24-ന് വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയായ ഇന്ന് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത്. സമാധാന യോഗത്തിൽ മന്ത്രി എ.കെ. ബാലൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരടക്കം പങ്കെടുത്തിരുന്നു. സമാധാന യോഗത്തിൽ അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട പ്രതിനിധികളും നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. സമാധാന യോഗത്തിന്റെ അവസാനമായി ഒരു തീരുമാനത്തിലെത്തിയത് ഈ ആക്രമണങ്ങൾ നടന്ന സ്ഥലത്ത് ശാന്തിയാത്ര സംഘടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അതേസമയം പരിപൂർണ സമാധാനം സ്ഥാപിക്കാനും എല്ലാ നേതാക്കളും മുൻകൈയെടുക്കുമെന്നും പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇനി മുതൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണവുമായി ബന്ധപ്പെട്ട കക്ഷിക്കായിരിക്കും പരിപൂർണമായ ഉത്തരവാദിയെന്നും ഇത് രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കില്ലെന്നുമുള്ള ധാരണയിലുമെത്തി. ഇനിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് ഇന്ന് സർവകക്ഷി സമാധാന യോഗത്തിൽ ഉണ്ടായത്. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 47 IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുള്ളതായി വിവരാവകാശ രേഖ. 32 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും 15 IPS ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് കേസുള്ളത്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരായ 47 പേർ വിവിധ കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ടി.ഒ. സൂരജും ടോമിൻ തച്ചങ്കരിയുമാണ് അന്വേഷണം നേരിടുന്നവരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഇരുവർക്കുമെതിരെയും 5 കേസുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സിഡ്കോയിലെ അനധികൃത നിയമനം, അനധികൃതമായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്ന ആരോപണം തുടങ്ങിയവയാണ് ടി.ഒ. സൂരജിനെതിരെയുള്ള കേസുകളിൽ ചിലത്. വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി, കൺസ്യൂമർ ഫെഡിലെ അഴിമതി തുടങ്ങി വിവിധ കേസുകളിൽ ടോമിൻ തച്ചങ്കരിയും അന്വേഷണം നേരിടുന്നുവെന്നും വിജിലൻസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. കേരളത്തിൽ മാത്രമായിട്ട് 50-ൽ താഴെ കേസുകളിൽ ഉയർന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമായ പദവികളിലിരിക്കുന്ന ആളുകളാണ് ഈ കേസുകൾ നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ടോം ജോസ്, VJ കുര്യൻ, ഷേഖ് പരീദ്, ബാലകൃഷ്ണൻ, ശങ്കർ റെഡ്ഡി, മനോജ് എബ്രഹാം തുടങ്ങിയവരും വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പല കേസുകളിലും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായും മറ്റുള്ളവയിൽ അന്വേഷണം നടന്നുവരുന്നതായും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ വിധി പറയുന്നതിനായി ഈ മാസം 8-ലേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. സോളാർ കേസ് അട്ടിമറിച്ചതും ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് സംബന്ധിച്ച കേസിലുമാണ് കോടതി വിശദമായ വാദം കേട്ടത്. ഹൈക്കോടതി തള്ളിയ പരാതിയാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു. രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകൻ പായ്ച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തി എന്നതായിരുന്നു കേസ്. മുഖ്യമന്ത്രിക്കും P. ജയരാജനുമെതിരെ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മങ്ങാട്ടുപറമ്പ് KAPയിലെ വിനൂപ് പാലക്കലാണ് പോസ്റ്റ് ഇട്ടത്. മുഖ്യമന്ത്രിയുടെ ശ്രീകൃഷ്ണ വേഷത്തിലുള്ള ഫോട്ടോയും ഇയാൾ പോസ്റ്റ് ചെയ്തു. ജയരാജനെ ഒറ്റക്കൈയിൽ നിന്ന് അധിക്ഷേപിച്ചും CPM നേതാക്കളെ പ്രാണൻ പോകുന്ന വേദന അറിയിക്കുമെന്ന ഭീഷണിയും ഇയാൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ നിഷേധിച്ച സംഭവത്തിൽ മന്ത്രവാദി അറസ്റ്റിൽ. മുക്കം പോലീസാണ് കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. കുട്ടിക്ക് മുലപ്പാൽ നിഷേധിച്ചതിൽ കുട്ടിയുടെ പിതാവ് മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് മാപ്പ് പറഞ്ഞത്. കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുട്ടിയുടെ പിതാവ് ഓമശ്ശേരി സ്വദേശി അബൂബക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട സംഭവത്തിൽ പ്രസവം നടന്ന മുക്കം EMS ആശുപത്രിയിലെ നഴ്സ് ഷാമിലയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-87 വകുപ്പ് പ്രകാരമാണ് കേസ്. കുട്ടിയുടെ മാതാവ് ഹഫ്സത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്.
കുഞ്ഞു പിറന്ന ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് മുലപ്പാൽ നൽകാൻ സമ്മതിക്കുകയുള്ളൂ എന്ന പിതാവ് അബൂബക്കറിന്റെ നടപടിയാണ് കേസിനാധാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എറണാകുളത്ത് യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സക്കീർ ഹുസൈന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ASP പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രത്യേക യോഗം ചേർന്നു. തൃശൂർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ACP MK ഗോപാലകൃഷ്ണൻ, CIമാരായ KK സജീവ്, എലിസബത്ത് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച സംഘം തുടർ നടപടികൾ ചർച്ച ചെയ്തു. ആരോപണവിധേയനായ കൌൺസിലർ ജയന്തൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. അടാട്ട് ഹർത്താൽ അനുകൂലികൾ ഓട്ടോറിക്ഷ തല്ലിത്തകർത്തു. വടക്കാഞ്ചേരി പീഡനക്കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം തേടിയത്. ആഭ്യന്തര വകുപ്പിനും DGPക്കും കത്തയക്കുകയായിരുന്നു. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചും ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് കൊല്ലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിക്കുന്നതിന്റെ ചിത്രം പീപ്പിൾ TV പുറത്തുവിടുന്നത്. DCC ഓഫീസിലെ യോഗം ചേരുന്ന ഹാളിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും പാതി കാണാനാവുന്ന R ശങ്കറിന്റെയും ചിത്രങ്ങളെ സാക്ഷി നിർത്തിയാണ് മദ്യപാനം. മദ്യക്കുപ്പി ആദരണീയരുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മദ്യപാനത്തിനു ശേഷം ലഹരി മൂക്കുന്നതോടെ പിന്നെ കിടപ്പാകട്ടെ പ്രതാപവർമ്മ തമ്പാൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച പുതിയ മുറിയിലും. ചില നേതാക്കന്മാർ മദ്യപിച്ച് DCC ഓഫീസിന് മുന്നിലെത്തി ബഹളം വെച്ച സംഭവങ്ങളും അങ്ങാടിയിൽ പാട്ടാണ്. പരസ്യമായി ഒരു കോൺഗ്രസ് ഓഫീസിൽ മദ്യപിക്കുന്നത് പ്രവർത്തകരാണെങ്കിലും മദ്യനിരോധന നയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് പാർട്ടി നയങ്ങളും തത്വങ്ങളും കൊടിക്കുന്നിൽ സുരേഷ് അട്ടിമറിക്കുന്നുവെന്ന് ഇപ്പോഴും DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടാത്ത എഴുകോൺ സത്യശീലൻ. തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും പാർട്ടി ഘടകങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് താൽക്കാലിക DCC പ്രസിഡന്റിന്റെ പോക്കെന്നും തകർന്ന പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്താൻ കൊടുക്കുന്നില്ലാവുന്നില്ലെന്നും സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജില്ലയിൽ കോൺഗ്രസിന്റെ അടിത്തട്ട് തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശുഷ്കമായ പങ്കാളിത്തത്തെ ജില്ലയിലെ സത്യശീലൻ ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കൾ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ 100-ൽ താഴെ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി നയമോ തത്വങ്ങളോ നോക്കാതെ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പിക്കൽ പരിപാടി നടത്തി കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്നതായി എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചു. പാർട്ടി തത്വങ്ങളും ലക്ഷ്യങ്ങളും മറികടന്ന് എവിടെങ്കിലും ഒരു വിഷയം പൊക്കിപ്പിടിച്ച് മുന്നോട്ട് ഓടുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പോക്ക്. അത് അപകടകരമായ കാര്യമാണ്. പാർട്ടിയുടെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളുമായി ആലോചിച്ച് പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയില്ലെങ്കിൽ ഇത് നിലനിൽപ്പിൽ അത് ആ അടിത്തറ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ഇപ്പോഴിരിക്കുന്ന നേതൃത്വത്തിന് കഴിയില്ല. കോൺഗ്രസിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കൊടിക്കുന്നിൽ സുരേഷിനോ ഏതാനും കൂട്ടാളികൾക്കോ കഴിയുന്നില്ലെന്നും ഇച്ഛാശക്തിയും നേതൃപാഠവുമുള്ള നേതാവിനെയാണ് ജില്ലയുടെ ചുമതല ഏൽപ്പിക്കേണ്ടതെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ നിരാശയിലാണെന്നും കൊടിക്കുന്നിൽ വിരുദ്ധ AI ഗ്രൂപ്പുകൾ പറയുന്നു. മാത്രമല്ല VM സുധീരൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് ആശാസ്യമല്ലെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പിൽ KSU ABVP സഖ്യം. SFI നേതൃത്വത്തിലുള്ള മുന്നണിയെ തോൽപ്പിക്കാനായാണ് KSUവും ABVPയും പരസ്യ സഖ്യമുണ്ടാക്കിയത്. ഇരുകൂട്ടരും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തുന്നത്. ആര്യനാട് ഗവൺമെന്റ് ITIയിലെ ആകെയുള്ള 6 സീറ്റുകളിൽ ABVPയും KSUവും തുല്യമായി പങ്കിട്ടെടുത്താണ് മത്സരിക്കുന്നത്. ചെയർമാൻ സ്ഥാനം ABVPക്കാണ്. ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കുന്നതിനെ ഒരു വിഭാഗം KSU പ്രവർത്തകർ എതിർത്തെങ്കിലും നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു. മാഗസിൻ എഡിറ്റർ, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളും ABVPക്ക് വിട്ടു നൽകി. ആർട്സ്, സ്പോർട്സ്, കൗൺസിലർ സ്ഥാനങ്ങളിലേക്കാണ് KSU മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രകടനവുമെല്ലാം ഇരുകൂട്ടരും ഒരുമിച്ചാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വെച്ച് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു. അതേസമയം കഴിഞ്ഞ വർഷം വരെ തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയ രഹസ്യധാരണയാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തുവന്നതെന്ന് SFI AISF സഖ്യം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ഇന്റർനെറ്റിൽ. തമിഴ് ടോറന്റ് ഉൾപ്പെടെ 4 വെബ്സൈറ്റുകളിലാണ് പുലിമുരുകൻ പ്രത്യക്ഷപ്പെട്ടത്. അസമയം കേരള പോലീസ് സൈബർ ഡോം ഇടപെട്ട ചിത്രം സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ഡൌൺലോഡിംഗ് ചെയ്തവ പ്രചരിക്കുന്നത് തടയുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പുലിമുരുകൻ എന്ന ചിത്രമാണ് 4 സൈറ്റുകളിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇത് കേരള പോലീസിന്റെ സൈബർ ഡോം വിശദമായി പരിശോധിച്ചതിനെ തുടർന്ന് ചിത്രം തമിഴ് റോക്കേഴ്സ് ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതായി കണ്ടെത്തി. പൈറസി ട്രാക്കർ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ പുലിമുരുകൻ അപ്ലോഡ് ചെയ്ത അഡ്രസ്സിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. 76 പേർ ഇതുവരെ ചിത്രം ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 60 പേരുടെ IP നമ്പർ കണ്ടെത്തിയതായും സൈബർ ഡോം വിദഗ്ധർ വർഗീസ് പറഞ്ഞു. സിനിമ വന്ന 3-4 സൈറ്റുകൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡിക്റ്റേറ്റ് ചെയ്യും, അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തു. കേരള പോലീസിൻ്റെ 3 ലോഗോ ആ സൈറ്റിൽ ഇടുകയും കിട്ടുന്ന ഏകദേശം ഒരു ആദ്യത്തെ 16 പേരാണ് ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ 60 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ IP നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ISPയുടെ സഹായത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണത്. ചിത്രം 3 വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്തു. പുലിമുരുകൻ ഡൗൺലോഡ് ചെയ്തവർക്കെതിരെയും ചിത്രം അപ്ലോഡ് ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും സൈബർ ഡോം വ്യക്തമാക്കി. 25 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പുലിമുരുകൻ റെക്കോർഡുകൾ ഭേദിച്ച വൻതുക ലാഭമുണ്ടാക്കുന്ന തിരക്കിലാണ്. ഏതായാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു തിയേറ്റർ പ്രിന്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. കൃത്യസമയത്ത് തന്നെ പോലീസിന്റെ സൈബർ ഡോം ഇടപെട്ടതുകൊണ്ട് തന്നെ അത് തടയാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്യുന്നത് തടയാനുള്ള നടപടികളും ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരുമാനു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഇനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സർക്കാരിന് നൽകേണ്ട 2.5 കോടിയോളം രൂപ UDF സർക്കാരിന്റെ കാലത്ത് എഴുതിത്തള്ളി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന യോഗത്തിലാണ് നിയമ നടപടികൾ എടുക്കാതെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ബാധ്യതകൾ സർക്കാർ എഴുതിത്തള്ളിയത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസണിന്റെ ലോജിസ്റ്റിക് പാർട്ണറായിരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമ്മാന കൂപ്പൺ വിൽപ്പനയും രജിസ്ട്രേഷൻ നടപടികളിലുമാണ് ഏറ്റെടുത്ത് നടത്തിയത്. ടിക്കറ്റ് വിൽപ്പന നടത്തി 13.5 കോടി രൂപ GKSFന് നൽകേണ്ട സ്ഥാനത്ത് 11 കോടി രൂപ മാത്രമാണ് 2 തവണയായി അടച്ചത്. കരാർ അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 18 ചേർന്ന യോഗത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കാനുള്ള 2.5 കോടി രൂപ എഴുതിത്തള്ളിയത്. ഇതിനു പുറമെ അച്ചടി ചിലവായി 85 ലക്ഷം രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിലേക്ക് അടക്കാനും പരസ്യ ചിലവിനത്തിൽ 10 ലക്ഷം രൂപയും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന്റെ ചിലവായി 21 ലക്ഷം രൂപയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് GKSF നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കോടതി നടപടികൾ മൂലം 7ാം സീസൺ തുടങ്ങാൻ 18 ദിവസം വൈകിയതിനാൽ നഷ്ടമുണ്ടായെന്ന ഏകോപന സമിതിയുടെ വാദവും 9ാം സീസൺ വിജയിപ്പിക്കുന്നതിന് ഏകോപന സമിതി പ്രവർത്തിച്ചതും പരിഗണിച്ചാണ് ഇളവ് നൽകുന്നതെന്നാണ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നത്. എന്നാൽ കോടതി നടപടികൾ പൂർത്തിയായ ശേഷം ഡിസംബർ 18-നാണ് കരാർ ഒപ്പിട്ടതെന്നാണ് വസ്തുത. ഇതിനു പുറമെ 18 ദിവസം 7ാം സീസണിൽ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെയാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് സംസ്ഥാന സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് അനുകൂലമായ തീരുമാനമെടുത്തത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണ ചുമതല കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അതേസമയം സ്ഫോടനത്തിൽ ഉപയോഗിച്ച ടൈമർ സെക്കന്ദരാബാദിലെ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിയത് എന്ന് കണ്ടെത്തി. കേരളത്തിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദ കേസുകളിലെ പ്രതികളെ കാണാനെത്തിയവരുടെ വിശദാംശങ്ങൾ കൊല്ലം പോലീസ് ശേഖരിച്ചു. മലപ്പുറം സ്ഫോടനത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് ബേസ് മൂവ്മെന്റ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഒരു തുമ്പും ഇല്ലാതെയായിരുന്നു കൊല്ലത്തെ അന്വേഷണ സംഘം അല്ലുമ്പയിൽ നിന്ന് വേർപെട്ട ബേസ് മൂവ്മെന്റിലേക്ക് സംശയം മുനവെച്ച് അന്വേഷിച്ചത്. മാത്രമല്ല, സ്ഫോടനത്തിന് ഉപയോഗിച്ച ടൈമർ മഹാരാഷ്ട്രയിൽ നിർമ്മിച്ചതാണെന്നും വാങ്ങിയത് സെക്കന്ദരാബാദിലെ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്നും കണ്ടെത്തിയിരുന്നു. ടൈമറിന്റെ സീരിയൽ നമ്പറിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള നമ്പറിൽപ്പെട്ട 2 ടൈമറുകൾ ഇതേ സ്ഥാപനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ തമിഴ്നാട്ടിലും കൊല്ലം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനത്തിനും പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. കൊല്ലം മലപ്പുറം സ്ഫോടനങ്ങൾക്ക് സമാനത ഉള്ളതിനാൽ ഇന്ന് കൊല്ലം പോലീസ് സംഘം മലപ്പുറത്തേക്ക് പോകും. ഒന്നിലധികം സ്ഫോടനങ്ങൾക്ക് ഒരേ ഇനം ടൈമർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഒരേ സ്ഥാപനത്തിൽ നിന്നാണോ ഇവ വാങ്ങിയതെന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. സുപ്രധാന വിവരങ്ങളാണ് കൊല്ലം പോലീസ് മലപ്പുറം പോലീസിന് കൈമാറിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടന കേസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കൊല്ലം സ്ഫോടന കേസിലെ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ഗൌരവത്തോടെ കാണണമെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, പൊതുവിൽ പോലീസ് അന്വേഷണം പോരാ എന്നുള്ള, പോലീസ് അന്വേഷണം മതിയായ ഒരു കാര്യക്ഷമത വരുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. എന്നാലും ഞാൻ അവരെ ഡിമോറലൈസ് ചെയ്യുന്നില്ല.
ഡിമോറലൈസ് ചെയ്ത് മോശമാക്കിയിട്ട് കാര്യമില്ലല്ലോ. തീവ്രവാദത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏജൻസികളും ഒരുമിച്ച് അന്വേഷിച്ചാലും അതിലാരും കുറ്റം പറയില്ല. ലുലു ഗ്രൂപ്പ് അമേരിക്കയിലും പ്രവർത്തനം ആരംഭിച്ചു. ന്യൂജേഴ്സിയിലെ ലിങ്സ്റ്റണിൽ 75,000 സ്ക്വയർ ഫീറ്റിലാണ് വൈ ഇന്റർനാഷണൽ USA പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സ്പോർട്ട് വെയർഹൌസ് പ്രവർത്തനം ആരംഭിച്ചത്. യൂസഫ് അലി പ്രസിഡന്റായുള്ള വൈ ഇന്റർനാഷണൽ USA അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കും ലുലു കേന്ദ്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള വെയർഹൌസാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സാങ്കേതിക കാർഷിക സങ്കേതത്തിന്റെ നൂതന ആശയവും കൃഷിരീതിയും സാധാരണ കർഷകന് സാധ്യമാക്കാൻ കൃഷിവകുപ്പ് ഒരുക്കിയ അഗ്രിടെക് 2016 ശ്രദ്ധേയമാകുന്നു. ഇടുക്കി തൊടുപുഴയിലാണ് കൃഷിവകുപ്പിന്റെ മേള അരങ്ങേറുന്നത്. കർഷകർക്ക് കാർഷിക മേഖലയിലെ നൂതന മാറ്റങ്ങളും പുതിയ കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ വിളകളുടെയും വിത്തുകളും ആധുനിക കൃഷി ഉപകരണങ്ങളും വാങ്ങാൻ അവസരമൊരുക്കുകയാണ് തൊടുപുഴയിൽ അഗ്രിടെക് 2016 എന്ന പേരിൽ സംസ്ഥാന കൃഷി വകുപ്പ് മേള സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ വിദഗ്ധരെ കൂടാതെ വർഷങ്ങളായി സ്വന്തം അനുഭവ പാടവത്തിലൂടെ കൃഷിരംഗത്ത് വിജയം കൈവരിച്ചവരുമായി നവകർഷകർക്ക് സംവാദത്തിൽ ഏർപ്പെടാനും മേളയിൽ സൗകര്യമൊരുക്കി. പുതുതലമുറയുടെ പുത്തൻ ആശയങ്ങളെ കൃഷിയുമായി ബന്ധിപ്പിക്കാനും മേളയ്ക്കാകുന്നുണ്ട്. എല്ലാ സാങ്കേതിക വിദ്യകളെയും ഒരു കുടക്കീഴിൽ എത്തിച്ച് കർഷകർക്ക് കാണാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം. കൃഷി പരിശീലനം, പ്രദർശനം, ലഘുചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ മൃഗസംരക്ഷണവും പരിപാലനവും മത്സ്യകൃഷിയുടെ ബാലപാഠങ്ങളും മേളയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വായത്തമാക്കാം. മേളയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കേരള പച്ചക്കറി വികസന പദ്ധതി പ്രകാരം മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവർക്കുള്ള അവാർഡ് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിതരണം ചെയ്യും. ന്യൂസ് ഇടുക്കി.